ജനങ്ങളോട് റഹ്മത്ത് ചെയ്യുവിൻ, ജനങ്ങളോട് കരുണ ചെയ്യുവിൻ. എപ്പോഴും റഹ്മത്ത്, എപ്പോഴും വിട്ടുവീഴ്ച, എല്ലാം കാരുണ്യമല്ലാതെ മറ്റൊന്നും നബിക്കറിയില്ല. മദീനയുടെ വഴിയിലൂടെ നടക്കുമ്പോഴല്ലയോ ഒരു അറാബിയായ മനുഷ്യൻ ഹബീബിന്റെ പിന്നിൽ നിന്നും ഹബീബിന്റെ തോളിലുള്ള ടവൽ, നബിയുടെ ഷാൾ അങ്ങ് പിടിച്ചു വലിച്ചപ്പോൾ നബി പിന്നെ പിറകോട്ട് നോക്കി ചിരിച്ചുകൊണ്ടാണ് നോക്കിയത്. അതാണ് ഇതിൽ അത്ഭുതം. വലിച്ചിട്ട് ഇവിടെ വേദന കൊണ്ട് ചോര പൊടിയുമാർ ചമന്നു നിൽക്കുകയാണ്. പക്ഷേ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അറാബി എന്താ പറഞ്ഞെന്നറിയോ? പൈസ എടുക്കും നബിയെ, പൈസ എടുക്കും. വേദനിപ്പിച്ചിട്ടാ ചോദിക്കുന്നതേ, പൈസ തരും. നമ്മളുണ്ട് അങ്ങനെ പിരിവിനൊക്കെ ചെന്നാൽ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഹദീസ് പറയണ 10 റുപ്യ കീശിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര സോപ്പിടണം. ഒരു മുതലാണ്ട് ഇവരേക്ക് ശല്യമാണ്. എന്തെല്ലാം നല്ല വർത്താനം പറഞ്ഞിട്ടാണ്. എല്ലാ വർത്താനം കുട്ടികൾക്ക് സുഖം തന്നെ, ഗൾഫിൽ എങ്ങനെ, ബിസിനസ് എങ്ങനെ, പിന്നെ നമ്മുടെ മദ്രസന്റെ പണി, നമ്മുടെ ആ കെട്ടിടത്തിന് 2 റൂം ഉണ്ടാക്കേണ്ട എന്തെങ്കിലുമൊക്കെ. നബിയോട് ചോദിച്ചത് നബിയെ വേദനിപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അതിന് കാരണമുണ്ട്. ഈ ആള് തന്നെ പറയാൻ പോകുന്നു അതിന്റെ കാരണം. നബിയുടെ പിറകിൽ നിന്ന് വന്ന് റോഡിലൂടെ നടക്കുന്ന ഹബീബിന്റെ പുറകിൽ നിന്ന് നബിയുടെ തോളിൽ വെച്ച ടവലിന് പിടിച്ചൊരു വലിച്ചിട്ട് നബിയുടെ തോളിൽ വേദന കൊണ്ട് ചമന്നു പോയിട്ട് പുഞ്ചിരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത്, യാ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅ്തിനി മിൻ മാലില്ലാഹി അല്ലദീ അഅതാക فإنك لا تعطيني من مالك ولا من مال أبيك. പൈസ തരൂ നബിയേ, പൈസ തരൂ നബിയേ. ഇത് അല്ലാഹുവിന്റെ പൈസയല്ലേ നബിയേ, നിങ്ങളുടേതോ നിങ്ങളുടെ വാപ്പയുടേതോ അല്ലല്ലോ നബിയേ. പൈസ തരും. എന്താണ് ആ ചോദ്യം? ഒരു ഒട്ടകം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പുറത്ത് നിറയെ സാധനം എനിക്ക് വേണം നബിയേ. ചോദിച്ച വാക്കുകളോ നബി ചീത്ത പറയുന്ന രീതിയിലുള്ള വാക്കുകൾ. പൈസ തരും നബിയേ. فإنك لا تعطيني من مالك ولا من مال أبيك. തങ്ങൾ പറഞ്ഞു, അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിന്റേത് തന്നെയാണ്, ഞാൻ നിനക്ക് പൈസ തരും. യാ അറാബിയോ, ഓ അറാബി, ഫഇന്നഹു സയുഖാദു മിൻക. എന്റെ തോളിലെ എന്റെ മുണ്ട് വലിച്ച് എന്റെ തോളിൽ മുറിവ് വരുത്തിയതിന് പകരം നിങ്ങളോട് ചോദിക്കപ്പെടും കേട്ടോ. പൈസ തരാം, ഇതിന് ഞാൻ പകരം ചെയ്യും. പറഞ്ഞില്ല, പകരം ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്തേ? فإنك لا تسيء إلى من أساء إليك. നബിയെ, നിങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് നിങ്ങൾ തിരിച്ചു മോശമായി പെരുമാറില്ലല്ലോ നബിയെ, അതെനിക്കറിയാം. നിങ്ങൾക്ക് ആരെങ്കിലും ഉപദ്രവം ചെയ്താൽ തിരിച്ച് നിങ്ങൾ ഉപദ്രവം ചെയ്യില്ലെന്ന് എനിക്കറിയാം നബിയെ. അതുകൊണ്ട് എന്നോട് പ്രതികാരം എടുക്കാൻ പറ്റില്ല, എന്നെ തിരിച്ചു വേദനിപ്പിക്കരുത്. നബി പറഞ്ഞു, ഞാനത് ചെയ്യില്ല, നിനക്ക് ഞാൻ പൈസ തരാൻ പോകുന്നു. കൊടുക്കിൻ, ആളുകളെ എല്ലാവരും കൊടുക്കിൻ, ഇഷ്ടം പോലെ കൊടുക്കിൻ എന്ന് പറഞ്ഞ് ആ അറാബിയുടെ ഒട്ടകം നിറയെ സാധനങ്ങളുമായി അയാൾ തന്റെ സമൂഹത്തിലേക്ക് പോയിട്ട് പറയാണ്, ജനങ്ങളെ, യാ ഖൗമി അസ്ലിമൂ, ചെന്ന് മുസ്ലിമായിക്കോളി മക്കളെ, മുസ്ലിമായിക്കോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫാഖ. ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി മുസ്ലിമായിക്കോളൂ, പൈസ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ പൈസക്ക് വേണ്ടിയാ മുസ്ലിമായത്. പക്ഷെ പിന്നീട് ഇസ്ലാം നന്നായി. അങ്ങനെ ഉണ്ടാവും. തലബത്തുൽ ഇൽമ ലിഗൈരില്ലാഹി ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാഹി. ചോറിക്കാൻ വേണ്ടി ഗസാലി ഇമാമൊക്കെ ഓതി പഠിക്കാൻ വേണ്ടി പോയത്. ചോറിട്ടൂരോ പള്ളിയിൽ പോയാൽ പിന്നെ പഠനം അള്ളാഹുവിന് വേണ്ടിയായി മാറി. മുസ്ലിം ആകുന്നതിന് അങ്ങനെ പിന്നെ ഇസ്ലാം നന്നായി പോയി. റഹ്മത്തുൽ ആലമീനേ നബിയേ, കരുണയല്ലാതെ മറ്റൊന്നുമല്ല നബി ലോകത്തിന് നൽകിയത്. സ്വഹാബികളുടെ മുമ്പിൽ ഹബീബ് ഇരിക്കുമ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ആൾ ഓടി വരുന്നത്. നിബിതങ്ങൾ സയ്യിദ് ഇബ്നു സഅനയോട്, സയ്യിദ് ഇബ്നു സഅന ഹിബ്റുൻ മിൻ അഹ്ബാരിൽ യഹൂദ്, ജൂതന്മാരുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു ജൂത പണ്ഡിതനാണ്. ജൂതനാണ്. മുസ്ലിമാണോ? അല്ല.
പക്ഷേ നബി അയാളോട് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ സമയമായിട്ടുമില്ല. 3 ദിവസം കൂടെ അവധിക്ക് ബാക്കിയുണ്ട്. ആ സമയത്ത് 3 ദിവസം കൂടെ കഴിഞ്ഞാൽ നബി ആ പൈസ തിരിച്ചേൽപ്പിക്കേണ്ട സമയമാണ്. സമയമാവുന്നതിന്റെ മുമ്പ് ഇയാൾ ഓടി വന്നിട്ട് നബിയുടെ കോളറിനെ പിടിച്ചു എന്നാൽ നബി തങ്ങളുടെ തോളിനെ പിടിച്ചുകൊണ്ട് കോളറിനെ പിടിച്ചിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് നബിയെ, അദ്ദി അലയ്യ ദൈനി, എന്നിന്ന് കടം വാങ്ങിച്ചത് തിരിച്ചു തരൂ നബിയെ. ഫഇന്നകും ബനി അബ്ദുൽ മുത്തലിബ് മുമാഫിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ പൈസ കടം വാങ്ങിയാൽ തിരിച്ചു തരാത്തവരാണ്. സ്വഹാബികൾ ഇത് പൊറുക്കുമോ? ഉമർ തങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഹബീബിനെ പിടിച്ചു കുലുക്കിയിട്ട് ഹബീബിന്റെ കുടുംബത്തെ തെറി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ജൂതനായ മനുഷ്യൻ. പൈസ തരും നബിയെ, എന്റെ കടം വീട്ടിൽ. നിങ്ങൾക്കറിയാം കടം വീട്ടാൻ 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. അതിന്റെ മുമ്പായി വന്ന് ചോദിക്കുന്നതേ. അതുമാത്രമോ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കടം വാങ്ങിയാൽ കടം വീട്ടാത്തവരാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മനുഷ്യന്റെ തലയങ്ങെടുക്കാൻ എനിക്ക് സമ്മതം തരുമോ നബിയെ? സമ്മതം തരുമോ നബിയെ? നബി തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കണം, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറയുന്നത്, യാ ഉമർ, ഉമറേ, ഈ മനുഷ്യനെ വാളെടുത്ത് പേടിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അന വഹുവ കുന്നാ അഹ്വജ മിൻക ഇലാ ഗൈരി ഹാദാ യാ ഉമർ. ഉമറേ, ഞാനും സയ്യിദ് ഇബ്നു സഅനയും നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. തഅമുറുനി ബിഹുസ്നിൽ ഖളാ വതഅമുറുഹു ബിഹുസ്നിൽ തഖാദി. ഉമറേ, ഇതാണോ നിങ്ങൾ പറയേണ്ടത്? പേടിപ്പിക്കലാണോ ഉമറേ നിങ്ങൾ ചെയ്യേണ്ടത്? തല എടുക്കുമെന്ന് പറയലാണോ ഉമറേ നിങ്ങൾ ചെയ്യേണ്ടത്? മറിച്ച് നബിയേ, കടം വാങ്ങിയ പൈസ നല്ല നിലക്ക് വീട്ടിൽ നബിയെ എന്ന് എന്നോട് പറയുകയും കടം തന്ന ഈ മനുഷ്യനോട് നിങ്ങൾ നബിയോട് തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായി തിരിച്ചു ചോദിക്കണം. തെറി പറയാതെ, പേടിപ്പിക്കാതെ, പിടിച്ചു കൊടുക്കാതെ മാന്യമായി ചോദിക്കൂ എന്ന് അയാളോടും മാന്യമായി കടം വീട്ടു നബിയെ എന്ന് എന്നോടും പറയലല്ലോ ഉമറേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം വാളെടുത്ത് പേടിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, ഞാൻ സയ്യിദ് ഇബ്നു സഅനക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ സമയമായിട്ടില്ല. ആ പൈസ കൊടുക്കുന്ന അയാൾക്കത് വേണമെന്ന് ചോദിച്ചു. കൊടുക്കുന്ന പൈസ 20 ദീനാർ സ്വർണ്ണ നാണയം ഏറെയും കൊടുക്കണം. കൊടുക്കാനുള്ള പൈസയും പുറമെ 20 ദീനാർ ഏറെയും കൊടുക്കണം. നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ വാളെടുത്തിട്ട്? ആ പേടിപ്പിച്ചതിന് 20 ഏറെയും കൊടുക്കുന്നു. അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആ 20 ഏറെ വേണ്ട നബിയെ. ഞാൻ അങ്ങേക്ക് തന്ന കടവും തിരിച്ചു തരേണ്ടതില്ല നബിയെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ലോകത്ത് ഒരു ദൈവവും ഒരു പടച്ചവനുമില്ലെന്നും അങ്ങ് അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ സമ്മതിക്കുന്നു നബിയെ. ഞാനൊരു ജൂത പണ്ഡിതനാണ്. അന്ത്യപ്രവാചകരായ നിങ്ങൾ ലോകത്തേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങയുടെ വിശേഷണങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം കൃത്യമായി നിങ്ങളിൽ ഞാൻ കണ്ടു. ഒരു സംഗതി ഒഴികെ ഞാൻ തൗറാത്തിൽ വായിച്ചു, ഹലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം വന്നാൽ ശാന്തമായി പെരുമാറുന്ന ആളാണ് നിങ്ങളെന്ന്. അത് ഞാൻ നിങ്ങളിൽ കണ്ടിരുന്നില്ല.
അതുകൂടെ നിങ്ങളിൽ കാണാൻ ഞാനൊരു നാടകം കളിച്ചതായിരുന്നു നബിയെ. നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക എന്നറിയാൻ. അതുകൊണ്ടാണ് അങ്ങയുടെ കോളറിന് ഞാൻ പിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കുടുംബത്തെ സംബന്ധിച്ച് മോശമായി പറഞ്ഞത്. പുറത്തു തരണേ നബിയെ, മാപ്പാക്കു തരണേ നബിയെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ സഹാബിയാണ് സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ തബൂക്കിൽ നബിയോട് കൂടെ പോവുകയും അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്ത തബൂക്കിൽ സംബന്ധിച്ച സഹാബിയാണ് ഈ മുസ്ലിമായ സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ കാരുണ്യം അന്നില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇസ്ലാം നഷ്ടപ്പെട്ടു പോയേനെ. وما أرسلناك إلا رحمة للعالمين. കരുണയും ശാന്തിയും സമാധാനവും പഠിപ്പിക്കാനല്ലോ നബിയെ നിങ്ങൾ ലോകത്ത് വന്നത്. സമാധാനം പഠിപ്പിക്കാനാണ്. ഹുദൈബിയ സന്ധി നടക്കുമ്പോ മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ സന്ധിയിൽ ഒപ്പിടുകയാണ്, ട്രീറ്റി സൈൻ ചെയ്യുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളിലേക്ക് സംസാരിക്കാൻ പോയപ്പോ ഉസ്മാൻ എന്നവരെ പിടിച്ചു വെച്ചു. ഹുദൈബിയയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധ്യമായാൽ ഒരു യുദ്ധം ആവശ്യമായി വന്നാൽ സ്വഹാബത്തിന്റെ സഹായം ഉറപ്പുവരുത്താൻ വേണ്ടി ബൈഅത്ത് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി റസൂലുള്ളാഹി ഇലാ സുഹൈൽ ഇബ്നു അംർ സഈം ഖുറൈശ്. ഖുറൈശികളുടെ എമിസറിയായി വന്ന സുഹൈൽ ഇബ്നു അംറുമായി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം എഴുതി ഉണ്ടാക്കുന്ന കരാറാണിത്. 10 വർഷം നമ്മൾ യുദ്ധമില്ല. മക്കക്കാർ മുസ്ലിമീങ്ങളായ മദീനത്തേക്ക് വന്നാൽ തിരിച്ചയക്കണം. മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് വന്നാൽ അവിടെ പിടിച്ചു വെക്കും. ഖുറൈശ് എന്നൊക്കെ പറഞ്ഞോ അവർക്ക് അനുകൂലമായി ഒക്കെ സമ്മതിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ യുദ്ധമാണ് ഹുദൈബിയ, സന്ധിയാണ് ഹുദൈബിയ. ആ നേരത്ത് സുഹൈൽ ഇബ്നു അംർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, ഈ എഴുതി വെച്ചതിൽ ഞങ്ങൾക്ക് ചില വിയോജിപ്പുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമനിർ റഹ്മാൻ ഗൈറ റഹ്മാനിൽ യമാമ. മുസൈലിമത്തുൽ കദ്ദാബിനെ ഞങ്ങൾ റഹ്മാൻ എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ആളെ ആ മുസൈലിമയല്ലാതെ റഹ്മാനായ ഒരു പടച്ചോനെ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹി എന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണം. ബിസ്മിഹി തആല പ്രമതി. നബി തങ്ങൾ പറഞ്ഞു, അലിയെ വെട്ടിക്കോളൂ. നബിയെ വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് വെട്ടാനാ നബി പറയുന്നത്. വെട്ടിക്കോളൂ അലിയെ, ഒഴിവാക്കിക്കോളൂ. പിന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ബോധിപ്പിക്കുന്നത് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല നബിയെ. റസൂലുള്ളാഹ് എന്ന് വെട്ടണം. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മനസ്സ് കൊടുക്കാതെ പള്ളികൾക്ക് മുമ്പിൽ വേറെ പള്ളിയും മദ്രസക്ക് മുമ്പിൽ വേറെ മദ്രസയും ഉണ്ടാക്കി ഈ സമൂഹത്തിന്റെ മനസ്സിനെ കീറി മുറിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് ചര്യയാണ് നിങ്ങൾ പിൻപറ്റുന്നത്? വിട്ടുവീഴ്ച ചെയ്യാൻ പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെയ്യുന്ന പിടിവാശി ഈ സമൂഹം എങ്ങാനും ഒരു കാലത്ത് യോജിക്കേണ്ട അവസ്ഥ വന്നാൽ, പള്ളിയുടെ മുമ്പിൽ പള്ളി കൊണ്ടുപോയി ഉണ്ടാക്കിയാൽ ആ 2 വിഭാഗക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമയം വന്നാൽ 2 ജുമുഅ ഒരു നാട്ടിൽ പാടുണ്ടോ? ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ടായിരിക്കെ മറ്റൊരു പള്ളി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് നന്നായാൽ പോലും ആ പള്ളി പിന്നെ പൊളിച്ചു കളയാൻ പറ്റുമോ? മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ യോജിക്കാൻ പറ്റാത്ത വിധമാണ് മത്സരിക്കുന്ന പള്ളികൾ ഉണ്ടാക്കുന്നത്. എവിടെയാണ് ഹബീബിന്റെ ചര്യ നമ്മൾ പിൻപറ്റുന്നത്? നമ്മളും ആചരിക്കുന്നുണ്ട് ഹബീബിന്റെ മൗലിദ്, ഹബീബിന്റെ നബിദിനാഘോഷം. ഹബീബ് എന്താ പഠിപ്പിച്ചത്? അലിയെ വിട്ടുപോളൂ, അലിയെ സാരമില്ല, അവർ പറയുന്ന സമ്മതിച്ചു കൊടുത്തേക്കാം. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, റസൂലുള്ളാഹ് വേണ്ട, അലിയെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അലസ്ത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? അലസ്നാ അലൽ ഹഖ്, നമ്മളല്ലയോ നബിയേ ഹഖിന്റെ പക്ഷക്കാർ? ഉമർ തങ്ങൾ മരിക്കോളം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോയത് എന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റായി പോയി, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആവേശത്തിൽ ഞാൻ ചോദിച്ചു, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ നബിയേ? അങ്ങ് സത്യത്തിലല്ലേ നബിയേ? നമ്മളല്ലേ നബിയെ അല്ലാഹുവിന്റെ ആളുകൾ? എന്നിട്ടും നമ്മളോട് ഉംറ ചെയ്യാൻ വന്ന നമ്മളോട് തിരിച്ചു പോകണമെന്ന് ഇവർ പറയുമ്പോ, നമ്മുടെ നാടല്ലേ നബിയെ മക്ക, ആ മക്കയിലേക്ക് കടക്കാൻ നമ്മെ സമ്മതിക്കാതെ വിരാട്ടി ഓടിക്കുമ്പോ എന്തിനാ നബിയെ ഈ നിന്ദതയും നാണക്കേടും നമ്മൾ സഹിക്കുന്നത്? എന്തിനാ നബിയെ അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ, ആ വാക്കിനെ അങ്ങ് വെട്ടിക്കൊടുക്കുന്നത്? ഉമറേ സാരമില്ല ഉമറേ, അല്ലാഹു ഖൈർ തരും, അല്ലാഹു ഖൈർ തരും ഉമറേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാർക്ക് കത്തെഴുതി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബിക്ക് സൗകര്യം ലഭിക്കുമായിരുന്നില്ല. ആ സന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ലോകത്തേക്ക് പ്രചരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ സന്ദേശം ഈജിപ്തിലേക്കും ഇറാനിലേക്കും പേർഷ്യയിലേക്കും റോമിലേക്കും അങ്ങകലെ സ്പെയിനിന്റെ ഭാഗങ്ങളിലേക്കും ഇസ്ലാം പ്രചരിക്കുന്നത് ഈ സന്ധിയുടെ കാലഘട്ടത്തിലാണ്. എന്തേ കാരണം? സമാധാനമാണ് നബി ആഗ്രഹിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ കഅബാലയം ഇസ്ലാമിന് കീഴ്പ്പെടാൻ പോകുന്നു. മക്ക ഫത്ഹാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കോതല്ലേ? ഉറക്കൊന്ന് പോട്ടെ, ഒന്ന് ഉറക്കോതെ ഉറക്കട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹു വിജയം തരും നബിയെ, അല്ലാഹു ഫത്ഹ് തരും, അല്ലാഹു മക്കയെ ഫത്ഹാക്കി തരും. പരിശുദ്ധമായ ഫത്ഹ് മക്ക നടക്കാൻ പോവുകയാണ്. മക്കം ഫത്ഹാകാൻ പോകുന്നു. അന്നൊരിക്കൽ നബി ഉംറ ചെയ്യാൻ വന്നപ്പോൾ മക്കയുടെ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഇബ്നു തുൽഹ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരല്ലേ? ഉസ്മാൻ ഇബ്നു തുൽഹ പിന്നീട് മുസ്ലിമായ സഹാബിയാണ്. ഇവരോട് ചോദിച്ചു, ഉസ്മാൻ കഅബയുടെ താക്കോൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച ഈ കഅബ ഞാനൊന്ന് തുറന്നു നോക്കട്ടെ, ഞാനൊന്ന് അകത്തേക്ക് കിടക്കട്ടെ. തരൂല നബിയെ, തരൂല. ആര് പറഞ്ഞു? ഉസ്മാൻ ഇബ്നു തുൽഹ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ശരിക്കും കേട്ടോളൂ ഉസ്മാൻ, നിങ്ങൾ ഈ താക്കോൽ എനിക്ക് തരില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സമയം വരും ഈ താക്കോൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങും ഉസ്മാൻ. അന്ന് ഞാൻ കഅബ തുറക്കും, അന്ന് ഞാൻ അതിലേക്ക് കടക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കടത്തും. ഞാൻ ഇഷ്ടപ്പെടുന്നവരെ കടക്കണ്ട എന്ന് പറയും. ഒരു സമയം വരാനുണ്ട് ഉസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു പേടിയായി. നബി പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. മക്കം ഫത്ഹാകുന്നത് കേവലം 4 വർഷങ്ങൾക്ക് ശേഷം പിന്നെ മക്ക ഫത്ഹാവുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. മക്കം ഫത്ഹാവുകയാണ്, മക്ക ഫത്ഹാവുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാൻ താക്കോൽ എവിടെ? ഉസ്മാനും അബീ തുൽഹ എന്ത് ചെയ്തു? താക്കോൽ ഉമ്മാന്റെ കൈ കൊണ്ടുപോയി കൊടുത്തു. അന്ന് പെണ്ണുങ്ങൾ അറബിക്ക് പണ്ടേ പേടിയാ, ഇപ്പോഴും അങ്ങനെ തന്നെ. പെണ്ണുങ്ങളോട് പോയി പിടിച്ചു കുറച്ചൊന്നും വാങ്ങൂല. ഉമ്മയാണെങ്കിലോ വീരശൂരയാ. ഉമ്മാന്റെ കൈ കൊണ്ടുപോയി കൊടുത്താ ഉമ്മ തരൂല എന്ന് പറഞ്ഞാൽ ആരും എടുക്കൂലല്ലോ. നബി ചോദിച്ചു, ബിലാലേ ബിലാലേ താക്കോൽ ഒന്ന് കൊണ്ടുവരൂ, ഉസ്മാനിന്റെ ഉമ്മന്റെ അടുത്തുനിന്ന് താക്കോൽ കൊണ്ടുവരൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു
മക്കയുടെ കുന്നു കയറി താഴെ ഇറങ്ങി ഉസ്മാൻ ഇബ്നു അബീ തുൽഹയുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, യാ ഉമ്മ ഉസ്മാൻ, ഉസ്മാനിന്റെ ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ താക്കോൽ ചോദിക്കുന്നുണ്ട്, അതൊന്ന് തരീൻ. ഉമ്മ ഒരു കത്തിയെടുത്ത് പുറത്തിറങ്ങി, നിനക്ക് താക്കോല് വേണമെന്ന്. മഹാനായ ബിലാൽ എന്നവർ ഓടി രക്ഷപ്പെടുകയാണ്. നബിയോട് പറഞ്ഞു, നബിയേ ഉസ്മാന്റെ ഉമ്മ തരുന്നില്ല നബിയെ. ഉമർ തങ്ങൾ നടക്കണ്ട്, നബി എന്താ പ്രശ്നം ചോദിച്ചു. ഉമറെ താക്കോല് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുവരണം നബിയെ, കൊണ്ടുപോവാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്ലീസ് പോലും ഉമർ തങ്ങൾ വരുന്ന വഴിക്ക് വരില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ എന്നവർ ആ കുന്നിങ്ങനെ കയറി ഇറങ്ങുമ്പോ ഒരൊറ്റ വിളിയാണ് വിളിച്ചത്, യാ ഉമ്മ ഉസ്മാൻ, ഉസ്മാന്റെ ഉമ്മ. വേറൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഉസ്മാന്റെ ഉമ്മ നേരെ താക്കോലും പുറത്തിറങ്ങിയിട്ട് ദാ ഉമറെ താക്കോല് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ദാ ഉമറെ ഹാദൽ മിഫ്താഹു യാ ഉമർ, ഉമറെ താക്കോല് കൊണ്ടുപോയിക്കോ. ഉമർ തന്നെ ചോദിച്ചിട്ടില്ല താക്കോല് തരുന്നത്. യാ ഉമ്മ ഉസ്മാൻ എന്ന് വിളിച്ചപ്പോഴേക്കും ദാ ഉമറെ താക്കോൽ. അങ്ങനെ താക്കോലെടുത്ത് കൊണ്ടുപോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം തുറക്കുകയാണ്. അതിനുള്ളിൽ വിഗ്രഹങ്ങളുണ്ട്, സ്തൂപങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. എല്ലാം എടുത്തു മാറ്റാൻ കൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾ രൂപങ്ങളോ രൂപങ്ങളിലെ ദൈവങ്ങളോ പ്രതിമകളോ അല്ല റബ്ബ്. അല്ലാഹുവിന്റെ രൂപങ്ങളില്ല, അല്ലാഹുവിന്റെ ചിത്രങ്ങളില്ല, എല്ലാം എടുത്തു മാറ്റുകയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കഅബാലയത്തിന്റെ വാതിൽക്കൽ നിന്നു. ഖുറൈശികളെല്ലാം മുമ്പിൽ നിൽക്കുന്നുണ്ട്. മാ വന്നുകും അന്നീ ഫാഇലുൻ ബികും, മുസ്ലിമീങ്ങളാകാതെ നബി ആട്ടിയോടിച്ച ആളുകൾ മുമ്പിലുണ്ടായിരിക്കും. അവരോടൊരു ചോദ്യം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങ് ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്, മാന്യനായ ഒരു സഹോദരന്റെ മകനാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ച എന്റെ സഹോദരൻ പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം, ക്രിസ്ത്യാനികൾ ജോസഫ് എന്ന് വിളിക്കുന്ന യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം അവരുടെ അനുയായികൾ, അവരുടെ സഹോദരന്മാർ അവരെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയും യൂസുഫ് നബിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സഹോദരന്മാരോട് അന്നവർ ഈജിപ്തിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ രാജാവായി നിൽക്കുന്ന യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്, ഖുറൈശികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവനല്ലയോ കാരുണ്യവാൻ, അല്ലാഹു അല്ലയോ കരുണാനിധി, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരികയാണ്. അപ്പോഴല്ലേ ഓരോരുത്തരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് മുസ്ലിമാവണം, ഞങ്ങൾക്ക് മുസ്ലിമാവണം, ഞങ്ങൾക്ക് മുസ്ലിമാവണം. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘം സംഘമായി, കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്ന സമയമായിരുന്നു അത്. വലൗ കുൻത ഫമ്മൻ ഗലീമൽ ഖൽബി, നബിയേ നിങ്ങളുടെ മനസ്സ് കഠിനമായ മനസ്സായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, ലം ഫംഗൂ മിൻ ഹൗലിക്, നിങ്ങൾക്ക് അനുയായികൾ ലഭിക്കില്ലായിരുന്നു, സ്വഹാബികൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ലായിരുന്നു. കാരണം നബിന്റെ കൂടെ നടന്നാൽ പൈസ കിട്ടില്ല, നബിന്റെ കൂടെ നടന്നാൽ നബി വീടുണ്ടാക്കി കൊടുക്കാൻ നബിന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ നബിയുടെ കൂടെ സ്വഹാബത്ത് നിന്നത് നബിയുടെ സ്വഭാവം കണ്ടിട്ടാണ്, ഹബീബിന്റെ സ്വഭാവം കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് എത്രയും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ നിങ്ങൾ. ആ ഹബീബിനെയാണ് ഈ മാസത്തിൽ അല്ലാഹു ലോകത്തേക്ക് പറഞ്ഞയച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി വന്നവരെ നബിയേ, മനുഷ്യരോട് കരുണ കാണിക്കാൻ പറഞ്ഞവരെ നബിയേ, യുദ്ധത്തിന് പോകുമ്പോൾ പോലും യുദ്ധത്തിന്റെ മര്യാദകൾ പാലിക്കണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ما ضرب رسول الله صلى الله عليه وسلم بيده നബി തങ്ങളുടെ കൈകൊണ്ട് ഖാദിമൻ വലാ അമ ഒരടിമയെയോ അടിമസ്ത്രീയെയോ നബി തങ്ങൾ അവിടുത്തെ സേവകനെയോ നബി തങ്ങൾ അടിച്ചിട്ടില്ല, നബി തങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. 10 വർഷം സേവനം ചെയ്ത സ്വഹാബിയോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അനസേ നിങ്ങൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തു, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യം 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നബിയോട് ചോദിക്കാത്ത എംപ്ലോയറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وما أرسلناك ودانا سبل ختم الرسل مولاي كل جسن غبار راہ کو بخشا فروغ وادی سینا نگاہیں عشق و مستی میں وہی اول وہی آخر وہی قرآن وہی فرقان وہی طه وہی യാസീൻ. സഹനവും ശാന്തിയും സമാധാനവും ലോകത്തിന് നൽകണേ എന്നാണ് മദീനയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞത്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ. സ്വലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. അന്ന് റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം ആദ്യം പറഞ്ഞ ഹദീസാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, നബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആളുകൾ പാടിയില്ലേ, തലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദആ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي صلوا على النبي محمد وآله. നിർത്തല്ലേ, നിർത്തണ്ടെന്നുള്ളൊരു കൈപൊക്കിയാട്ടെ. കേട്ടില്ലല്ലോ നിങ്ങൾ കൈപൊക്കല്ലേ, പൊക്കല്ലേ നിർത്തണം എന്നുള്ളൊരു കൈപൊക്കിയാട്ടെ. ആരുമില്ല എന്നാ ഇരിക്കും പടച്ചോനെ. ബോറടിക്കുന്ന മുമ്പ് നിർത്തണമെന്നാ. നമ്മൾ കുറേ നേരം ഇരിക്കില്ല, കുറച്ച് നേരത്തെ തുടങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നേരത്തെ ഒരു 8 മണിക്കല്ലേ തുടങ്ങിയാലേ. അഫ്ശുസ്സലാം അത്ഇമുത് തആം സ്വലുൽ അർഹാം സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. മദീനയിലേക്ക് കടന്നു വന്ന ആദ്യം പറഞ്ഞ ഹദീസ്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇതാണ്. മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം ആളുകൾ ദഫ്മുട്ട് സ്വീകരിക്കുകയും പാട്ടുപാടി ഹബീബിനെ സ്വീകരിക്കുകയും ചെയ്തപ്പോ നബി തങ്ങൾ പറഞ്ഞ വാക്ക്, ജനങ്ങളെ അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ. അസ്സലാമു അലൈക്കും എന്ന് എല്ലാവരോടും പറയണേ. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കുവിൻ, സമാധാനം പ്രചരിപ്പിക്കുവിൻ. നിങ്ങൾ ശാന്തിയുടെ ആളുകളാകണേ. അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു 16 വയസ്സുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നബി പറഞ്ഞത്, യാ അബാ ഉമാമ ഇന്ന മിനൻ നാസി മൻ ഇദാ റഅയ്തുഹു ഹന്ന അലൈഹി ഖൽബി. അബൂ ഉമാമ, ചില ആളുകളെ ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ അവരോട് കാരുണ്യം തോന്നാറുണ്ട്. വ അൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ് അബൂ ഉമാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്ക് നോക്കണം. ഇദാ ദഖൽത ഫസല്ലിം അലാ അഹ്ലി ബൈതിക്. അബൂ ഉമാമ, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മായോടും വാപ്പയോടും ഭാര്യയോടും കുടുംബത്തോടൊക്കെ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലണം.
വീട്ടുകാരുമ്പോ സലാം പറയാറുണ്ടോ? എല്ലാരും വീട്ടിൽ കയറുമ്പോ സലാം പറയാറുണ്ടോ? അല്ല വാതിലങ്ങ് ചവിട്ടി പൊളിച്ച് കിടക്കാറാണ്. വീട്ടുകാരോട് സലാം പറയണം. അബൂ ഉമാമ തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലിൽ ബൈത്ത്, നിങ്ങൾക്കും ആ വീട്ടുകാർക്കും അത് ബറകത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ബറകത്തുണ്ടാവാൻ വീട്ടുകാർ കാണുമ്പോൾ സലാം പറയണം. ബറകത്തുന്ന ദാരിദ്ര്യം നീങ്ങാനൊരു കാരണമുണ്ട്. ഒരു സ്വഹാബി വന്ന് നബിയോട് പറഞ്ഞു, നബിയേ ദാരിദ്ര്യമുണ്ട് നബിയേ, കയ്യിൽ പൈസ ഇല്ല. ഈ പൈസ എല്ലാവർക്കും ആവശ്യം. ഓടി നടക്കുന്ന ജോലി കിട്ടാൻ കച്ചവടക്കാർ ആരോഗ്യം പൈസ എല്ലാവർക്കും ദുന്യാവാ വേണ്ടത്. നബിയേ ദാരിദ്ര്യമാണ് നബിയേ, കയ്യിൽ പൈസ ഇല്ല നബിയേ, പരിഹാരം വേണം. ആ നബി കാരണം ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരും. നബി പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾ ഓതുക വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ്. തകുൻ ബറകതൻ അലൈക വഅലാ ജിറാനിക, നിങ്ങൾക്കും നിങ്ങളുടെ അയൽവാസികൾക്കും അതിൽ അനുഗ്രഹം ഉണ്ടാകും. ഈ സ്വഹാബി പറയാണ്, ഞാൻ വളരെ ദാരിദ്ര്യമുള്ള ആളായിരുന്നു. വീട്ടിലേക്ക് എപ്പോ കയറുമ്പോഴും 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലിയിട്ടേ ഞാൻ പിന്നെ വാതിൽ തുറക്കൂ. അങ്ങനെ ആയപ്പോൾ എനിക്കും എന്റെ അയൽവാസികൾക്കും അല്ലാഹു എമ്പാടും നിഅമത്ത് ചൊരിഞ്ഞു തന്നു എന്ന് ഈ സ്വഹാബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഫളാഇലുകൾ വിവരിക്കവേ മുഫസ്സിരീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയൽവക്കക്കാർക്കും പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കാലോ, നമുക്ക് മാത്രം. അയൽവക്കക്കാർക്ക് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോന്നും വേണ്ട. അയൽവക്കക്കാർക്ക് കിട്ടണ്ട, എനിക്ക് മാത്രം മതി. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? എല്ലാവർക്കും കിട്ടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും ഉഷാറാവണം. അങ്ങനെയാണ് സത്യവിശ്വാസി ചിന്തിക്കേണ്ടത്. ഞാൻ മാത്രം സ്വർഗത്തേക്ക് വേറെ ആരും വരണ്ട, അങ്ങനെയല്ല. അത് നബിയുടെ സൽസ്വഭാവത്തിന്റെ ഒരു വലിയ ഒരു മഹത്വം പറയുന്ന ഒരു ഹദീസുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സ്വഹാബി അങ്ങനെ ആയിരുന്നു, പഠിച്ചോനെ ഇനി മുഹമ്മദ് നബിനെ മാത്രം കയറ്റിയാൽ മതി സ്വർഗത്തേക്ക്, പിന്നെ നീ സ്വർഗത്തിന്റെ വാതിൽ അടച്ചേക്കണം പഠിച്ചോനെ. അന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു, അയാൾ പ്രായമുള്ള ആളായിരുന്നു. പള്ളിയിൽ മൂത്രമൊഴിച്ചു, ആൾക്കാർ മുഴുവനും ജനങ്ങളൊക്കെ അയാളെ തല്ലാൻ വേണ്ടി എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, വിട്ടേക്ക് അയാൾ മൂത്രമൊഴിച്ച് കഴിയട്ടെ. തൊഹാറത്തിന്റെ ബാബിലൊക്കെ ഹദീസ് ഉദ്ധരിക്കും, ഫിഖഹിന്റെ കിതാബുകളെ. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. അന്ന് മണലാണ്, ടൈൽസ് ഒന്നുമില്ലല്ലോ പള്ളിയിലെ, മണലാണ്. അയാൾ മൂത്രമൊഴിച്ചു. ഇസ്ലാം പഠിച്ചു വരുന്നുള്ളൂ. ആദ്യമായി വന്ന ഒരു അറാബിയായ മനുഷ്യനാണ്. അതുൽ ഖുവൈസിറത്ത് തമീമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ പറയാറുണ്ട്. എന്തോ ആകട്ടെ. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചു. നബി അടുത്തേക്ക് വിളിച്ചു, പിന്നെ പള്ളിയാണ്, ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റൂല. ഇത് നിസ്കരിക്കുന്ന സ്ഥലമാണ്, അള്ളാഹുവിന്റെ മഖാമാണ്, സുജൂദിന്റെ സ്ഥലമാണ്, ഇവിടെ പറ്റൂല കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇയാൾക്ക് ഭയങ്കര റാഹത്തായാണ്. എല്ലാവരും അടിക്കാൻ വേണ്ടി നിൽക്കുകയാണേ. അതിൽ ഇയാൾ നബിക്ക് സന്തോഷം, നബി ഇങ്ങനെ ഒന്നും ചീത്ത പറഞ്ഞില്ലല്ലോ, ആ സന്തോഷം നബിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ അയാൾ ദ്വാരുന്നു, അല്ലാഹുവേ എന്നെയും മുഹമ്മദ് നബിയെയും സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. വലാ തുദ്ഖിൽ അഹദൻ ബഅദനാ, ഞാനും നബിയും കടന്നാ പിന്നെ ആരും പിന്നെ കടത്തരുത് പഠിച്ചോനെ. നബി പറഞ്ഞു, അല്ല, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ വല്ലാതെ ചെറുതാക്കിയല്ലോ. ഇവർക്കൊക്കെ വരാൻ അവിടെ സ്ഥലമുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങളത് അത്ര ചുരുക്കിയത്? ഞാൻ നിങ്ങൾ മാത്രം മതി. പൊന്നാര നബി, ഇവരൊക്കെ എന്നെ അടിക്കാമെന്ന ആൾക്കാരല്ലേ, നിങ്ങളല്ലേ എനിക്ക് സംരക്ഷണം തന്നത്. അതിനാണ് സുബ്ഹാനല്ലാഹ്. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പ്രചരിപ്പിക്കണമേ, നിങ്ങൾക്കും വീട്ടുകാർക്കും ബറക്കത്തുണ്ടാകും. ഭക്ഷണം കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി. ഭക്ഷണം വിളമ്പി കൊടുക്കുക. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിലും അല്ലാത്ത സമയത്തും നേർച്ചകളായി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അത് നബിക്ക് ഇഷ്ടമായിരുന്നു. ഭക്ഷണം കൊടുക്കുക ജനങ്ങൾക്ക്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. കുടുംബ ബന്ധങ്ങൾ,
ഭാര്യയുടെ കുടുംബം, നിങ്ങളുടെ കുടുംബം, ബാപ്പയുടെ കുടുംബം, ഉമ്മയുടെ കുടുംബം, എളാമ മുച്ചമ്മമാർ, മുച്ചാപ്പമാർ, എളാപ്പമാർ, അമ്മാവന്മാർ, ഉമ്മയുടെ എളാമ്മമാർ, മുച്ചമ്മമാർ, നിങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാർ, സഹോദരിമാർ, നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ കഴിയണേ. നിങ്ങളാരും പിണങ്ങരുതേ, നിങ്ങളാരും പിണങ്ങരുതേ. കുടുംബ ബന്ധം ചേർത്തിയാലേ, മാതാപിതാക്കളോട് സ്നേഹം കാണിച്ചാലേ അള്ളാഹു ഈ 2 കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ആയുസ് അള്ളാഹു നീട്ടിത്തരികയുള്ളൂ. കുറെ കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലേ കുടുംബ ബന്ധം ചേർത്തണം. പിന്നെ ഉമ്മയും വാപ്പയും ശരിക്കും നോക്കും വേണം. മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറുകയും ഉമ്മയോടും വാപ്പയോടും ആദരവോടെ പെരുമാറുകയും കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്താൽ നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത്, അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ, ഭക്ഷണം കൊടുക്കണേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. 4ാമതായി പറയുന്ന കാര്യം, ആദ്യത്തെ എന്താണ്? ഒന്നാമത്തേത് എന്തായിരുന്നു? സലാം പ്രചരിപ്പിക്കണം. 2 ഈ ചോദ്യം നമ്മൾ ആലോചിച്ചില്ലല്ലേ. 2ാമത്തെ എന്താ? ഭക്ഷണം കൊടുക്കണം. 3ാമത്തേത് കുടുംബ ബന്ധം ചേർത്തേണമേ. 4ാമത്തേതിന് വിധങ്ങൾ പറയുന്നത് ജനങ്ങളെല്ലാം കടന്നുറങ്ങുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. സുബ്ഹിന്റെ മുമ്പായി എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണേ. സുബ്ഹിന്റെ മുമ്പായി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. വന്നാസു നിയാം, ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിലേക്ക് വെറുതെ പോകുന്നല്ല, സുരക്ഷിതമായിട്ട് വളരെ സുരക്ഷിതമായിട്ട്. കാണുന്നില്ല, റോഡിൽ എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും ഒരു മന്ത്രിയുടെ വാഹനം വരികയാണെങ്കിൽ റോഡൊക്കെ ക്ലിയർ ചെയ്ത് വളരെ കൂളായിട്ട് പോകണം. സുബ്ഹാനല്ലാഹ്, ബിസലാം, ഒരു പ്രശ്നമില്ല, ബ്ലോക്കില്ല. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകണോ, നേർക്ക് നേരെ സമാധാനപരമായി പോണോ, നിങ്ങൾ ചെയ്യേണ്ടത് 4 എണ്ണം. അഫ്ശുസ്സലാം, മനുഷ്യന്മാരോട് മുഖം വീർപ്പിച്ച് നടക്കാതിരിക്കുക. ഇവൻ എന്റെ പാർട്ടിക്കാരനല്ല, അവനോട് സലാം പറയാൻ പറ്റൂല എന്ന് പറയല്ലേ. ഇവൻ എന്റെ ശത്രുവാണ്, അവനോട് എനിക്ക് മിണ്ടാൻ പറ്റൂല എന്ന് പറയല്ലേ. സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ്. ശത്രുതയും വൈകാര്യവും പഠിപ്പിക്കുന്നവർ കപട വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. അത് അഹ്ലുസുന്നത്ത് ജമാഅത്ത് പോയിട്ട് ഇസ്ലാം പോലുമല്ല. അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണം. നിങ്ങൾ ഭക്ഷണം കൊടുക്കണമേ. സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചോളി. പിണങ്ങി നിൽക്കുന്ന ആളുകൾ മിണ്ടിക്കോളൂ. അരസിന്റെ ഭൂമിക്ക് വേണ്ടി, ഒരൽപ്പം പൈസയ്ക്ക് വേണ്ടി വാപ്പയോട് പിണങ്ങിയവർ, എനിക്ക് അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പെങ്ങളോട് തെറ്റിയവർ, എനിക്ക് അർഹമായത് ലഭിച്ചില്ലെന്ന് ആങ്ങളയോട് പിണങ്ങിയവർ, ഭാര്യയും ഭർത്താവും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ പേര് തെറ്റുന്ന കാലമാണ്. സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർത്തണേ. ലോകത്തോട് ആദ്യമായി മദീനയിലേക്ക് നബി കടന്നു വന്നപ്പോ ഈ ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ ഹദീസാണിത്. ആദ്യത്തെ ഹദീസ്, എല്ലാവരും കടന്നുറങ്ങുമ്പോൾ നിങ്ങൾ 2 റക്അത്തെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കണേ. വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സലാം പ്രചരിപ്പിക്കണം, സമാധാനം പ്രചരിപ്പിക്കണം, തർക്കം പ്രചരിപ്പിക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത്, മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സലാമിന്റെ ആളുകളാകണം, സമാധാനത്തിന്റെ ആളുകളാകണം, കുഴപ്പക്കാരാവരുത്. അഫ്ശുസ്സലാം, അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, സലാമിന്റെ വീട് എന്ന സ്വർഗത്തിന്റെ ഒരു പേര്.
അള്ളാഹുവിന്റെ പേരോ അസ്സലാം, സമാധാനം നൽകുന്നവൻ. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം, നീയാണ് സലാം പടച്ചവനെ. അള്ളാഹുവിന്റെ പേര് സലാം, സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം. സ്വർഗത്തിലേക്ക് പോകുന്നത് ബിസലാം, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സലാം പ്രചരിപ്പിക്കണം. സ്വർഗത്തിൽ കടന്നാൽ അള്ളാഹു മനുഷ്യരോട് മുഅ്മിനീങ്ങളോട് ആദ്യം പറയുന്ന വാക്കും സലാം. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ അള്ളാഹു ആദ്യം പറയുന്നതും സലാം. മലാക്കമാർ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമിച്ചവരല്ലയോ. മാലാഖമാർ ഓരോ വാതിലിലൂടെയും കടന്നു വന്ന് സത്യവിശ്വാസികളോട് വിശ്വാസിനികളോട് പറയുന്ന ആദ്യത്തെ വാക്കും സലാമുൻ അലൈക്കും. അല്ലാഹു പറയുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, അല്ലാഹുവിന്റെ പേര് അസ്സലാം. സ്വർഗത്തിൽ പോകുന്നത് മഅസ്സലാം, അതിൽ പോകാൻ ചെയ്യേണ്ടത് അഫ്ശുസ്സലാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബിയുടെ പേരും അബ്ദുല്ലാഹി ഇബ്നു സലാം. ഭയങ്കര അത്ഭുതമല്ലേ അത്? റിപ്പോർട്ട് ചെയ്ത സ്വഹാബിന്റെ പേരിലും സലാം, അള്ളാന്റെ പേരും സലാം, പ്രചരിപ്പിക്കേണ്ടതും സലാം. ഈ സമാധാനം പ്രചരിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിൽ, നമ്മുടെ പ്രാസ്ഥാനിക ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാവുക, സലാം പ്രചരിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക, കാരുണ്യമുണ്ടാവുക. ഹബീബിന്റെ മനസ്സ് കാരുണ്യമുള്ള മനസ്സായിരുന്നു. അല്ലാഹു തആല ഈ ഗുണങ്ങൾ ചെയ്യാൻ പാതിരാത്രി എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ആരാരും അറിയാതെ 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണ് നബി തങ്ങൾ ഈ 4 കാര്യങ്ങളും പറഞ്ഞത്. റബീഉൽ അവ്വലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹബീബാണെങ്കിലോ റഹ്മത്തിന്റെ നബിയാണ്. എല്ലാറ്റിലും കാരുണ്യം, വിഷമങ്ങൾ നീങ്ങാൻ പറഞ്ഞു തന്നത്, ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്, പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തത്, സമാധാനം ചെയ്തത്, പ്രശ്നങ്ങൾ പരിഹരിച്ചത് എല്ലാം ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും ആക്കി തീർക്കുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിനെ ഓർക്കുകയും പരലോകമുണ്ടെന്ന് പ്രതീക്ഷിക്കുകയും അള്ളാഹുവെ ഓർക്കുകയും ചെയ്യുന്നവർക്ക് എന്റെ നബിയിൽ മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിക്കാനുള്ള അവസരമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നാളെയും നടക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞു. നബിയുടെ ജീവിതത്തിലെ റഹ്മത്ത്, കാരുണ്യം എന്ന ഒറ്റ വശം മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനിയും ഒരുപാട് ഭാഗം ഹബീബിന്റെ ജീവിതം പഠിക്കാനിരിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ വലിയ വലിയ മഹാന്മാർ വരാൻ പോകുന്നുണ്ട്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സും സലാമത്തും അള്ളാഹു കൊടുക്കട്ടെ. ഉസ്താദിന് പ്രായമായവരെ ഇന്ന് കേരളത്തിൽ, ലോകത്ത് തന്നെ പറയാനുള്ള എൻ്റെ ആഗ്രഹം നമുക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട് അറിഞ്ഞതിൽ ആലിമീങ്ങൾ ഒന്നടങ്കം സംവദിക്കുന്ന അള്ളാഹുവിൻ്റെ ആരിഫ് മുഅ്മിനായ മനുഷ്യന് എങ്ങനെയാ ജീവിക്കേണ്ടത്, ഒരു ആലിം എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന് സർവ തട്ടിപ്പും തരികടയുമുള്ള ഒരു ലോകത്ത് കൃത്യമായും കണിശമായും അള്ളാന്റെ ആളുകൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്ന ഒരു വലിയ മഹാനാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനായ അല്ലൈനിലുണ്ടായിരുന്ന മൊയ്തീൻകുട്ടി മുസ്ലിയാർ അത്തിപ്പറ്റ ഉസ്താദ് പറയും. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഉസ്താദ് ഒരുപാട് കാലം 10-35 കൊല്ലം അല്ലൈനിലായിരുന്നു. ഗൾഫിലുള്ളവർക്ക്, അബുദാബിക്കാർക്ക്, അല്ലൈനുകാർക്ക് അറിയും. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഉസ്താദ് ഒരുപാട് സ്വലാത്തും ദിക്റും സമയം. അങ്ങനെ വിനയവും താഴ്മയും സുന്നത്തല്ലാതെ മറ്റൊന്നും പറയില്ല. ഒരു അഹങ്കാരമോ ശബ്ദമുയർത്തിയുള്ള ഓ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു ഉസ്താദ് ചെയ്യൂല. വഗ്ളുദു മിൻ സൗതിക, ശബ്ദം പതുക്കെ സംസാരിക്കാവൂ. ശബ്ദം കനപ്പെടുത്തി പറയുന്നത് അഹങ്കാരമാണ്. ഉസ്താദിന്റെ സ്വഭാവമാണ് ശരിക്ക് ദീൻ. ഉസ്താദ് പഠിപ്പിച്ചരും എങ്ങനെയാണ് ദീൻ, ഉസ്താദ് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു, ആ മനുഷ്യന്റെ ദീനാണെന്ന് റസൂലുള്ളാഹി. ആ ദീൻ എമ്പാടുമുള്ള
ലാ നുസക്കി അലല്ലാഹി അഹദ വലാകിൻ നർജു മിനല്ലാഹ്. അല്ലാഹുവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അന്നഹു നാജിൻ, അല്ലാഹു നമ്മൾ എല്ലാവരെയും അവരൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ വലിയ മഹാനുഭാവൻ ഇൻഷാ അല്ലാഹ് ആഫിയത്തും ആരോഗ്യം ഉണ്ടെങ്കിൽ ഉസ്താദ് നാളത്തെ പരിപാടിയിലല്ല ഉസ്താദ് വരുന്നത്, നാളെ മറ്റന്നാളോ? നാളെ ഇൻഷാ അല്ലാഹ് നോട്ടീസിലുണ്ട്. കൂട്ടുപ്രാർത്ഥനക്ക് ഉസ്താദ് നേതൃത്വം കൊടുക്കും. വയ്യ, വളരെ ക്ഷീണത്തിലാണ്, തീരെ വയ്യ. ഉസ്താദിന്റെ സംസാരം പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല, അത്രയും ക്ഷീണമാണ്. പക്ഷേ